നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരിക്കൽ ഞാൻ പറയും എന്റെ മീനാക്ഷിയോട്, രാജലക്ഷ്മിയുടെ തലയറുത്തു കൊണ്ടുവരാൻ. അതുവരെ നിങ്ങൾക്ക് ആയുസും ജീവിതവും ഒക്കെ ഉള്ളൂ രാജലക്ഷ്മി അമ്മേ. നിനക്കെന്താടി ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് കയറി പൊറുതിയാകാനൊന്നും വന്നതല്ല രാജലക്ഷ്മി അമ്മേ. എനിക്കതിനുള്ള ഗതികേടൊന്നും വന്നിട്ടില്ലെന്ന് രാജലക്ഷ്മി അമ്മയ്ക്ക് അറിയാലോ. നീ ഈ വീട്ടിനകത്ത് കയറിയത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുന്നതും മരിച്ചയാളുടെ ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുന്നതും ഭാരതീയരുടെ സാംസ്കാരിക മര്യാദകളിൽ പെട്ടതായ കാര്യങ്ങളാ. പോരെങ്കിൽ നമ്മളൊക്കെ ബന്ധുക്കളും അല്ലേ? ഇനി ഇതൊന്നും അല്ലെങ്കിലും ഒരു നാട്ടുമര്യാദയുടെ പേരില് ചാവ് വീട്ടിൽ വരാലോ. നീ നാട്ടുമര്യാദയും സംസ്കാരം ഒന്ന് വിളമ്പണ്ട. എന്റെ മകനെ കൊല്ലാൻ നടന്നവളാ നീ. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നു പോവരുത്. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പെരുമാറിയെന്ന് വരും. അമ്മേ, ആവശ്യമുള്ള സമയത്ത് മൗനം പാലിക്കുകയും ആവശ്യമില്ലാത്തടത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണല്ലേ ഈ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ. ദേ, നിന്നോട് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാനാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം പോകുന്നത് കൊണ്ടൊന്നും കഥ തീർന്നില്ല രാജലക്ഷ്മി അമ്മേ. ഞാൻ പോകുന്നത് എന്റെ വിലപ്പെട്ട ഒരു നിധിയെ ഇവിടെ വെച്ചിട്ട. മനസ്സിലായില്ലേ എന്റെ മീനാക്ഷിയെ? ആ, നിധിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. ഇവിടുത്തെ ഒരു നിധി കളഞ്ഞുപോയെന്ന് കേട്ടല്ലോ. ചരിത്രത്തിന്റെ ബാക്കി പത്രമായ ആ ഉടവാൾ, ടിപ്പു സുൽത്താൻ കക്കാൻ നോക്കിയ വാൾ. അയാളിൽ നിന്നും പിടിച്ചു വാങ്ങിയതിന്റെ പേരില് ഇവിടുത്തെ ഏതോ ഒരു കാരണവർക്ക് മഹാരാജാവ് സമ്മാനിച്ച കോടികൾ വിലയുള്ള വാൾ. ടിപ്പു സുൽത്താനും ഉണ്ണിയാർച്ചയും മഹാരാജാവും ഒക്കെ വീമ്പ് പറച്ചിലിന്റെ ഭാഗമാണെങ്കിലും ആ വാൾ ഒരു സത്യം തന്നെയാ. ഒരു കേസിന്റെ ഭാഗമായി ആ വാളിപ്പ സർക്കാരിന്റെ ഉടമസ്ഥതയിലാ. മറുപടി പറയേണ്ടി വരും. കള്ളനോ കള്ളിയോ ആരായാലും. ദൈവമേ, തീക്കൊള്ളി കൊണ്ടാണല്ലോ തല ചൊറിഞ്ഞത്. ആ വാളന്റെ നെറുകം തല പിളർക്കൂ. കോടീശ്വരന്മാരുടെ ഭവനം എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ കാശിന് ആവശ്യമില്ലാത്തവരാരാ ഉള്ളത്? അല്ലേ സാവിത്രി? രാമേട്ടൻ ഇവളോട് കാശ് കടം ചോദിച്ചത് തർക്കിക്കാൻ പറ്റില്ല. കൊറേ കാശ് കിട്ടിയാ മാലതിക്കും കൈക്കില്ല, അല്ലേ മാലതി? അയ്യോ, എന്ന് വെച്ച് ഇവരാരും ആ വാളെടുത്തെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഈ ചെമ്പകമംഗലത്ത് ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ ഇവരെക്കാളും എളുപ്പം ഈ ഇന്ദ്രജയ്ക്ക്. ഇന്ദ്രജ പോയി വെട്ടാൻ പറഞ്ഞ വെട്ടുകയും കൊല്ലാൻ പറഞ്ഞ കൊല്ലുകയും ചെയ്യുന്ന ഒരാള് ഇതിനകത്തുണ്ട്. അയ്യോ, സംശയിക്കണ്ട, മീനാക്ഷി തന്നെയാ. നീ ചെമ്പകമംഗലം തകർക്കാൻ പുതിയൊരു ബോംബുമായിട്ട് ഇറങ്ങിയതാണോ? ബോംബൊന്നും വെക്കാതെ തന്നെ ചെമ്പകമംഗലം തകർന്നല്ലോ. ഇന്ദ്രജ ഇപ്പൊ പറഞ്ഞത് ഒരു പാഴ്വാക്കല്ല, സത്യമാണ്. ഒരിക്കൽ ഞാൻ പറയും എന്റെ മീനാക്ഷിയോട്, രാജലക്ഷ്മിയുടെ തലയറുത്തു കൊണ്ടുവരാൻ. അതുവരെ നിങ്ങൾക്ക് ആയുസും ജീവിതവും ഒക്കെ ഉള്ളൂ രാജലക്ഷ്മി അമ്മേ. പോട്ടെ. സാവിത്രി, അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്?
അവര് പറഞ്ഞതില് എന്തൊക്കെയോ സത്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. എന്റെ ദൈവമേ, എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്? വിഷപ്പാമ്പിനെ തല്ലിച്ചതയ്ക്കുന്ന പോലെ. ക്രൂരമായി തല്ലുന്നതേ നീ സത്യം പറയാനായിട്ട്. നീ ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞോ, എങ്കിൽ നിന്നെ ഞങ്ങൾ തല്ലത്തില്ല. ഒരേ സെല്ലിൽ കിടന്ന് അന്തി ഉറങ്ങിയവരാ നീയും ജയരാമനും. ജയരാമനെ കൊന്നത് നീയാ. നിന്റെ യൂണിഫോം അയാളുടെ കഴുത്തിലിട്ട് ഞെക്കിയാടാ നീ അയാളെ കൊന്നത്. സാറേ, അയാളെ എന്തിനാടാ നീ കൊന്നത്? അതിനൊരു കാരണം വേണ്ടേ? വേണ്ടെന്ന് പറ. ആ കാരണം ഇങ്ങോട്ട് പറ. പറയാൻ. ഞാനത് ചെയ്തിട്ടില്ല സാറേ. എനിക്ക് അദ്ദേഹത്തിനെ കൊല്ലാൻ സാധിക്കില്ല. പിന്നെ ആരുടെ അവനെ കൊന്നത്? അതിനെന്താ സംശയം? ആ ഇന്ദ്രജ മാഡത്തിന്റെ ആളുകൾ തന്നെയായിരിക്കും അയാളെ കൊന്നത്. ഇന്ദ്രജ മേഡത്തിന്റെ ആളുകളാണ് ജയരാമനെ കൊന്നതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതെന്താ സാറേ അങ്ങനെ ചോദിക്കുന്നത്? ജയരാ സാറിനെ കൊല്ലാനുള്ള കോക്കുട്ടാശ എനിക്കല്ലേ തന്നത്. അതിനല്ലേ ഞാൻ ഒരു കേസുണ്ടാക്കി ഈ ജയിലിലേക്ക് വന്നത്. കളവും പിടിച്ചുപറിയും കൊലപാതകവും ഒക്കെ എന്റെ തൊഴിൽ തന്നെ. സമ്മതിച്ചു സാറേ. പക്ഷേ ജയറാ സാറിനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വന്നില്ല സാറേ. കൊലപാതകക്ക് അല്പം മനസാക്ഷി ഉണ്ടാവുന്നത് തെറ്റാണോ സാറേ? മീനാക്ഷി, നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല. കരയാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. മനസ്സിലെ സങ്കടങ്ങൾ കുറയാൻ നീ കരഞ്ഞേ പറ്റൂ. പക്ഷേ എനിക്ക് ആരുമില്ല. എന്റെ അച്ഛനും അമ്മയും എല്ലാം പോയി. ആരുമില്ല. നിനക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാനില്ലേ നിനക്ക്? വിഷമിക്കാതെ, നിനക്ക് ഞാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.